ബാക്ക് ടു എൻചാൻ ലേണിംഗ്. ഇറ്റ്സ് മീ ബനാസർ ഖാലിദ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്ന ടോപ്പിക്കാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് അതിന് ബാക്കി നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. ഇനി നമ്മൾ അതിന്റെ ഓരോ കണക്കുകൾ എങ്ങനെയാണെന്ന് ചെയ്തു നോക്കും. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നോക്കാം. നമുക്ക് എണ്ണൽ സംഖ്യകളെ കുറിച്ച് ആദ്യം മനസ്സിലാക്കാം. അപ്പൊ ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന അടുത്ത ചോദ്യം 200 വരെയുള്ള ഇരട്ട സംഖ്യയുടെ തുകയാണ് കണ്ടെത്താനുള്ളത്. 200 വരെയുള്ള ഇരട്ട സംഖ്യയുടെ തുകയാണ് നമ്മൾ കണ്ടെത്താനുള്ളത്. അപ്പൊ 200 വരെയുള്ള ഇരട്ട സംഖ്യകൾ തന്നെ ഇരട്ട സംഖ്യയുടെ എണ്ണം അവിടെ തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഇരട്ട സംഖ്യയുടെ എണ്ണം നമ്മൾ കണ്ടുപിടിക്കണം. 200 വരെയുള്ള ഇരട്ട സംഖ്യയുടെ എണ്ണമാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ അത് നമ്മൾ കണ്ടുപിടിക്കുന്നത് n/2 എന്നൊരു ഫോർമാറ്റ് ആണ്. n/2. അവിടെ n എന്ന് പറയുന്നത് 200 എന്ന് കൊടുക്കുക. 200/2. അപ്പൊ 200 വരെയുള്ള ഇരട്ട സംഖ്യയുടെ തുക കണ്ടെത്താൻ ആദ്യം 200 വരെയുള്ള ഇരട്ട സംഖ്യകൾ എത്രയെന്ന് കണ്ടെത്തണം. അപ്പൊ അത് നമ്മൾ n/2 എന്ന് കൊടുക്കുക. 200/2 100 എന്ന് കിട്ടി. 200/2 100. അപ്പൊ 200 വരെയുള്ള ഇരട്ട സംഖ്യകൾ എത്രയെന്ന് ചോദിച്ചാൽ അത് 100 ആണ്. 200 വരെ ഇരട്ട സംഖ്യകൾ എത്രയാണ്? 100 ആണ്. ഇനി നമ്മൾ 200 വരെ ഇരട്ട സംഖ്യയുടെ തുക കണ്ടെത്താനുള്ള ഫോർമാറ്റ് n × n+1. n × n+1 അതെന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 × 100 + 1. അതായത് 100 × 101 1100 എന്ന് കിട്ടും. അപ്പൊ 200 വരെയുള്ള ഇരട്ട സംഖ്യയുടെ തുക എന്ന് പറയുന്നത് കണ്ടെത്തണമെങ്കിൽ ആദ്യം 200 വരെയുള്ള ഇരട്ട സംഖ്യകൾ എത്രയെന്ന് കണ്ടെത്തണം. അതിന് n/2 എന്ന് ഫോർമുല കൊടുക്കുക. n/2 എന്ന് പറഞ്ഞാൽ 200/2. എന്നിന്റെ സ്ഥാനത്ത് 200 എന്ന് കൊടുക്കുക. 200/2 അപ്പൊ 100 എന്ന് കിട്ടും. ഇനി 200 വരെയുള്ള ഇരട്ട സംഖ്യയുടെ തുക കണ്ടെത്താനാണെങ്കിൽ n × n+1 എന്നാണ്. അതെന്ന് പറയുന്നത് 100 × 100 + 1 100 × 101 അതായത് 1100 എന്ന് കിട്ടും. അപ്പൊ ഇതാണ് ഈ രീതിയിൽ ചെയ്യാനുള്ള കണക്ക്. ഇനി മറ്റൊരു രീതിയിലെ കണക്ക് നോക്കാമോ? ചോദ്യം 100 മുതൽ 200 വരെയുള്ള ഇരട്ട സംഖ്യയുടെ തുകയാണ്. നമ്മൾ നേരത്തെ 100 മുതൽ 200 വരെയുള്ള എണ്ണൽ സംഖ്യയൊക്കെ മനസ്സിലാക്കി, എണ്ണൽ സംഖ്യയുടെ തുകയൊക്കെ മനസ്സിലാക്കി അല്ലെ? അതുപോലെ ഇവിടെ 100 മുതൽ 200 വരെ ഇരട്ട സംഖ്യയുടെ തുകയാണ് മനസ്സിലാക്കാനുള്ളത്. അവിടെ നമ്മൾ കണ്ടുപിടിച്ചതുപോലെ തന്നെ 100 മുതൽ 200 വരെ ഇരട്ട സംഖ്യയുടെ തുകയെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ 200 വരെയുള്ള ഇരട്ട സംഖ്യയുടെ എണ്ണമാണ് കണ്ടെത്താനുള്ളത്. അപ്പൊ ആദ്യം 200 വരെ ഇരട്ട സംഖ്യയുടെ എണ്ണം കണ്ടെത്തണം. അതിനുശേഷം എന്ത് ചെയ്യണം? അവയുടെ തുക കണ്ടെത്തണം. അതിനുശേഷം എന്ത് ചെയ്യണം? അപ്പൊ ആദ്യം 200 എണ്ണ സംഖ്യകളുടെ എണ്ണം കണ്ടെത്തണം. അതിനാദ്യം ഒന്ന് ഇരട്ട സംഖ്യയാണോ? അല്ല, ഇരട്ട സംഖ്യയാണ് തുടങ്ങാറ്. അപ്പൊ 2 മുതൽ 200 വരെയുള്ള ഇരട്ട സംഖ്യകൾ എത്രയെന്ന് ആദ്യം കണ്ടെത്തണം. അതിനുശേഷം ഇനി അടുത്ത ബാക്കി എന്താ? നേരത്തെ നമ്മൾ മറ്റ് എണ്ണൽ സംഖ്യയുടെ കണക്ക് ചെയ്തതുപോലെ തന്നെ 2 മുതൽ ഇതിവിടെ ഇരട്ട സംഖ്യയുടെ 2 മുതലാണ് കൊടുക്കുക. 2 മുതൽ 100ന് പുറകോട്ടിരിക്കുന്ന ഇരട്ട സംഖ്യ ഏതാണ്? 98 അല്ലെ? ഈ 2 മുതൽ 98 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ എണ്ണം എത്രയെന്ന് കണ്ടെത്തണം. അപ്പൊ ആദ്യം 2 മുതൽ 200 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ എണ്ണം കണ്ടെത്താൻ 200 വരെയുള്ള ഇരട്ട സംഖ്യകളാണ്. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ n/2 ആണ് നോക്കാറുള്ളത്. n/2 അതായത് 200/2 എന്ന് കിട്ടും. 200/2 എന്ന് കിട്ടും. അപ്പൊ എത്ര ഇരട്ട സംഖ്യകളുണ്ട് 2നും 200നും ഇടയ്ക്ക്? 100 ഇരട്ട സംഖ്യകളുണ്ടെന്ന് കിട്ടും. 100 ഇരട്ട സംഖ്യകളുണ്ടെന്ന് കിട്ടും. എന്നിട്ട് നമുക്ക് ഇരട്ട സംഖ്യയുടെ തുക കണ്ടെത്താം. അപ്പൊ അടുത്തത് ഇനി 2 മുതൽ 98 വരെ ഇരട്ട സംഖ്യകൾ എത്ര എണ്ണം ഉണ്ടെന്ന് അറിയാൻ n/2 എന്ന് കൊടുക്കുക. അതായത് 98/2. n എന്ന് പറയുന്നതിന്റെ വാല്യൂ 98 വരെയുള്ളതെന്നാണ്. അപ്പൊ 98/2 എത്ര കിട്ടും? 2ഉം ഇതും വെട്ടിപ്പോവും. 4 പ്രാവശ്യം ഇവിടെ 8 ബാക്കി 18 ആണ്. അപ്പൊ 9 49 എന്ന് കിട്ടും. ഇത് 2 മുതൽ 200 ഇരട്ട സംഖ്യകളുടെ എണ്ണമാണ് കൊടുത്തിരിക്കുന്നത് 100 എന്ന്. 2 മുതൽ 98 ഇരട്ട സംഖ്യയുടെ എണ്ണമാണ് 49 കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആവശ്യമുള്ള 100 മുതൽ 200 ഇരട്ട സംഖ്യയുടെ തുകയാണ്. ഇനി ഇവ 2 മുതൽ 200 വരെയുള്ള ഇരട്ട സംഖ്യയുടെ തുക പ്രത്യേകം കണ്ടെത്തുക. അതുപോലെ തന്നെ ഇവിടെയും 2 മുതൽ 98 ഇരട്ട സംഖ്യയുടെ തുക പ്രത്യേകം കണ്ടെത്തണം. അപ്പൊ അവിടെ എങ്ങനെ നമ്മൾ ചെയ്യും? ആദ്യത്തേതാണെങ്കിൽ n × n+1/2. 2 മുതൽ 200 വരെയാണ്. അപ്പൊ അവിടെ n-ന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 100 ആണ്. 100 × 100 + 1. n × n+1/2 ഇല്ല, n × n+1 എന്നേ ഉള്ളൂ. അങ്ങനെ ഇരട്ട സംഖ്യയുടെ തുകയാണ് നമ്മൾ കണ്ടെത്തുന്നത്. n × n+1. അപ്പൊ 100 × 100 + 1. അപ്പൊ 100 × 101 അപ്പൊ 1100 കിട്ടും. അടുത്തത് രണ്ടാമത്തെ കേസിൽ 2 മുതൽ 98 വരെ ഇരട്ട സംഖ്യയുടെ തുകയാണ് കണ്ടെത്താറുള്ളത്. അവിടെ n-ന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ n 100 ആണ്. ഇവിടെ n 49 എന്നാണ് നമുക്ക് കിട്ടിയത്. 49. അപ്പൊ n × n+1 എന്ന് പറയുന്നത് എത്രയാണ്? 49 × 49 + 1 അതായത് 49 × 50 എന്ന് കിട്ടും. 49 × 50 എന്ന് കിട്ടും. അപ്പൊ 49 × 5 2450 എന്ന് കിട്ടും. 2450 എന്ന് കിട്ടും. നേരത്തെ മറ്റ് എണ്ണൽ സംഖ്യകളെ കണക്ക് ചെയ്തതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യത്തേന്ന് രണ്ടാമത്തേനെ കുറയ്ക്കണം. 1100 നിന്ന്
2450 കുറയ്ക്കണം. 200 മൈനസ് എത്രയാണ് 2450. അപ്പം 0, 5 ഇവിടെ 10 6 ഇവിടെ 9 7650 കിട്ടും. 7650 കിട്ടും. അപ്പൊ ഈ കണക്ക് എങ്ങനെ ചെയ്യും? 100 മുതൽ 200 വരെ ഇരട്ടസംഖ്യയുടെ തുക കണ്ടെത്താൻ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? 2 മുതൽ ഇരട്ടസംഖ്യയുടെ തുകയുണ്ട് 2 മുതൽ 200 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ എണ്ണം കണ്ടെത്തണം. അതിന് n/2 എന്ന് കൊടുക്കുക. n സ്ഥാനത്ത് 200/2 എന്ന് കൊടുക്കുക. അപ്പൊ 100 എന്ന് ആൻസർ കിട്ടും. അടുത്തത് ഇരട്ടസംഖ്യയാണ് 2 മുതൽ 98, 100 തൊട്ട് ബാക്കി കിടക്കുന്ന ഇരട്ടസംഖ്യ 2 മുതൽ 98 വരെ ഇരട്ടസംഖ്യയുടെ എണ്ണം കണ്ടെത്തുക. n/2 98/2 49 എന്ന് കിട്ടും. ഇനി ഇവ ഓരോന്നിന്റെ തുക ഇരട്ടസംഖ്യയുടെ തുക കണ്ടെത്തണം. ആദ്യം 2 മുതൽ 200 വരെ ഇരട്ടസംഖ്യയുടെ തുക എന്ന് പറയുന്നത് 1100 എന്ന് കിട്ടും. n 100 ആണ്. ഇനി രണ്ടാമത്തെ കേസിൽ 2 മുതൽ 98 വരെ ഇരട്ടസംഖ്യയുടെ തുക എന്ന് പറയുന്നത് 49 ആണ് n. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 2450 എന്ന് n കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മൾ അത് രണ്ടും കൂടെ കുറയ്ക്കുമ്പോൾ നമുക്ക് 7650 എന്ന ആൻസർ കിട്ടും. ഇതുപോലെ നമുക്ക് ഒരു കണക്ക് കൂടെ ചെയ്തു നോക്കാം. ഇനി നമുക്ക് അടുത്ത ചോദ്യം 50 മുതൽ 100 വരെ ഇരട്ടസംഖ്യയുടെ തുക. 50 മുതൽ 100 വരെ ഇരട്ടസംഖ്യയുടെ തുകയാണ് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നേരത്തെ പോലെ തന്നെ നമുക്ക് 1 മുതൽ എടുക്കാൻ പാടില്ല. 2 ഇരട്ടസംഖ്യകളുണ്ട്. 2 മുതൽ 100 വരെ 2 മുതൽ 100 വരെയുള്ള ഇരട്ടസംഖ്യയുടെ തുക ആദ്യം കിട്ടും. 2 മുതൽ 100 ഇരട്ടസംഖ്യയുടെ തുക കണ്ടെത്തണം. അതിന് 2 മുതൽ 100 വരെ ഇരട്ടസംഖ്യകളുടെ എണ്ണം കണ്ടെത്തണം. അതിനുശേഷം 2 മുതൽ 50 വരെയുള്ള 2 മുതൽ 50 എടുക്കാൻ പറ്റുമോ? ഇല്ല. അതിന് തൊട്ട് മുമ്പിലുള്ള ഇരട്ടസംഖ്യ അതായത് 48 വരെയുള്ള ഇരട്ടസംഖ്യകളുടെ എണ്ണം കണ്ടെത്താം. ആദ്യം 2 മുതൽ 100 വരെ ഇരട്ടസംഖ്യയുടെ എണ്ണം കണ്ടെത്താം. അതിനുശേഷം 2 മുതൽ 48 വരെ ഇരട്ടസംഖ്യകളുടെ എണ്ണമാണ് കണ്ടെത്താനുള്ളത്. അപ്പൊ അത് നമ്മൾ എങ്ങനെ കണ്ടെത്തും? ആദ്യം 2 മുതൽ 100 ഇരട്ടസംഖ്യകളുടെ എണ്ണം കണ്ടെത്താൻ ഇവിടെ n എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 ആണ്. അപ്പം നമ്മൾ എന്ത് എഴുതും? 100 ആണ്. n/2 ആണ് കണ്ടെത്താനുള്ളത്. n എന്ന് പറഞ്ഞാൽ 100 അല്ല, n/2 ആണ് കണ്ടെത്താനുള്ളത്. എണ്ണൽ സംഖ്യകളുടെ ഇരട്ടസംഖ്യ 2 മുതൽ 100 വരെ ഇരട്ടസംഖ്യകളാണ് കണ്ടെത്താനുള്ളത്. 2 മുതൽ 100 വരെ ഇരട്ടസംഖ്യകൾ നമ്മൾ കണ്ടെത്താറുള്ളത്. നമുക്ക് 2 മുതൽ 100 വരെ ഇടയിൽ എത്ര ഇരട്ടസംഖ്യകൾ ഉണ്ടെന്ന് നോക്കാം. 2നും 100നും ഇടയ്ക്ക് എത്ര ഇരട്ടസംഖ്യകൾ നോക്കാം? 100/2 n/2 എന്നാണ് കണ്ടെത്താനുള്ളത്. n/2 അതായത് 100/2 എന്ന് പറഞ്ഞാൽ നമുക്ക് 50 എന്ന് കിട്ടും. അടുത്തത് 2നും 48നും ഇടയ്ക്ക് എത്ര ഇരട്ടസംഖ്യകൾ ഉണ്ടെന്ന് കണ്ടെത്താൻ n/2 48/2 അതായത് 24 എന്ന് കിട്ടും. 48/2 24 എന്ന് നമുക്ക് കിട്ടും. അപ്പൊ ഇനി നമ്മൾ മനസ്സിലാക്കുള്ളത്, ഇനി നമ്മൾ ഇപ്പൊ ഇരട്ടസംഖ്യകളുടെ എണ്ണമാണ് കണ്ടെത്തിയത്. 2 മുതൽ 100 വരെ ഇരട്ടസംഖ്യകളുടെ എണ്ണം എത്രയാണ്? n/2 ആണ്. 100/2 അത് 50 എന്ന് കിട്ടും. അടുത്ത 2 മുതൽ 48 വരെയുള്ള ഇരട്ടസംഖ്യയുടെ തുക എന്ന n/2 48/2 24 എന്ന് കിട്ടും. ഇനി നമുക്ക് കണ്ടെത്താനുള്ളത് ആദ്യം 2 മുതൽ 100 വരെയുള്ള ഇരട്ടസംഖ്യകളുടെ തുക എത്രയാണെന്ന് നോക്കാം. 2 മുതൽ 100 ഇരട്ടസംഖ്യയുടെ തുക അവിടെ n എന്ന് പറയുന്നത് 50 ആണ്. അപ്പം n × n+1 അപ്പൊ 50 × 50 + 1 എന്ന് പറയുന്നത് 50 × 51 എന്ന് കിട്ടും. 50 × 51 എത്ര കിട്ടും? 2550 എന്ന് കിട്ടും. 50 × 51 എന്ന് കിട്ടും. എത്രയാണ്? 2550 എന്ന് കിട്ടും. അടുത്തത് n ന്റെ സ്ഥാനത്ത് ഇവിടെ എത്രയാണ്? 24 ആണ്. അവിടെ നമ്മൾ n × n+1 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? n × n+1 ആണ്. n എന്ന് പറയുന്നത് 24 ആണ്. 24 × 24 + 1 അതായത് 24 × 25 എന്ന് കിട്ടും. 24 × 25 24 × 25 കിട്ടും. 600. 24 × 25 600 എന്ന് കിട്ടും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇത് രണ്ടും കൂടെ കുറയ്ക്കണം. 2550നെ 600 കൊണ്ട് കുറയ്ക്കണം. 1950 എന്ന് കിട്ടും. ഇതാണ് 1950 നമുക്ക് ഉത്തരം കിട്ടും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള കണക്ക് ചെയ്യാനുള്ളത്. 50 മുതൽ 100 വരെ ഇരട്ടസംഖ്യയുടെ തുക കണ്ടെത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഇരട്ടസംഖ്യ 2 മുതൽ 100 വരെ ഇരട്ട എണ്ണം കണ്ടെത്തണം. അതിനുശേഷം 2 മുതൽ 48 വരെയുള്ള ഇരട്ടസംഖ്യകളുടെ എണ്ണം കണ്ടെത്തണം. അതിനുശേഷം എന്ത് ചെയ്യണം? 2 മുതൽ 100 വരെയുള്ള ഇരട്ടസംഖ്യകളുടെ തുക കണ്ടെത്തണം. എന്നെ കിട്ടിക്കഴിഞ്ഞാൽ തുക കണ്ടെത്തണം. അതുപോലെ 2 മുതൽ 48 വരെ ഇരട്ടസംഖ്യയുടെ തുക കണ്ടെത്തണം. ശേഷം അതിന്റെ രണ്ടും കൂടെ വ്യത്യാസം കണ്ടെത്തണം. അപ്പൊ നമുക്ക് 50 മുതൽ 100 ഇരട്ടസംഖ്യയുടെ തുക കിട്ടുന്നതാണ്. ഇതുപോലെ തന്നെ നമുക്ക് ഒറ്റസംഖ്യകളും ഇന്ന വരെയുള്ള ഒറ്റസംഖ്യകളുടെ തുക കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അതും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാം. അപ്പൊ ആ ഒരു കണക്ക് കൊണ്ട് നമുക്ക് ചെയ്തു നോക്കാം.
ചോദ്യം ആദ്യത്തെ 99 ഒറ്റ സംഖ്യകളുടെ തുക. ആദ്യത്തെ 99 ഒറ്റ സംഖ്യകളുടെ തുക. അപ്പൊ ഇവിടെ ഒറ്റ സംഖ്യയുടെ എണ്ണം തന്നിട്ടുണ്ട് 99. ഒറ്റ സംഖ്യയുടെ എണ്ണം തന്ന തുക എങ്ങനെ കണ്ടെത്തും? n സ്ക്വയർ. എന്താണ് n സ്ക്വയർ? ഒറ്റ സംഖ്യകളുടെ എണ്ണം തന്ന തുക കണ്ടത് n സ്ക്വയർ ആണ്. 99ന്റെ സ്ക്വയർ കണ്ടെത്തുക. അതാണ് ആദ്യത്തെ 99 ഒറ്റ സംഖ്യയുടെ തുക എന്ന് പറഞ്ഞാൽ കണ്ടെത്താവുള്ളത്. അപ്പൊ അവിടെ നമ്മൾ ആദ്യത്തെ 99 ഒറ്റ സംഖ്യയുടെ തുകയാണ് അങ്ങനെ കണ്ടെത്താൻ. ഇനി അങ്ങനെ ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ എങ്ങനെയാണ് 99 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക കണ്ടെത്തുന്നത്. ഇതിന്റെ ഉത്തരം നോക്കാം. ആണെന്ന് ഉത്തരം കിട്ടും നമുക്ക്. എന്ന് ഉത്തരം കിട്ടും. അടുത്ത് നമ്മൾ നോക്കാനുള്ളത് ഇതേ ചോദ്യം നമുക്ക് വേറൊരു ചോദിക്കാം. 99 വരെയുള്ള ഒറ്റ സംഖ്യയുടെ തുക. ഒറ്റ സംഖ്യയുടെ തുക 99 വരെയുള്ള ഒറ്റ സംഖ്യയുടെ തുക എങ്ങനെ കണ്ടെത്താം? നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ 99 വരെയുള്ള ഒറ്റ സംഖ്യയുടെ തുക കണ്ടെത്തണമെങ്കിൽ 1 മുതൽ, അപ്പൊ 1 എന്ന് പറയുന്നത് എന്താണ്? ഒറ്റ സംഖ്യയാണ്. 1 മുതൽ 99 വരെയുള്ള ഒറ്റ സംഖ്യയുടെ എണ്ണം കണ്ടെത്തണം. 1 മുതൽ 99 വരെ ഒറ്റ സംഖ്യയുടെ എണ്ണം കണ്ടെത്തണം. അതിനുള്ള മാർഗം എന്ന് പറയുന്നത് എന്താണ്? 1 മുതൽ 99 വരെയുള്ള ഒറ്റ സംഖ്യകൾ കണ്ടെത്താനുള്ള മാർഗം എന്ന് പറയുന്നത് n+1/2 ആണ്. എന്താണ്? n+1/2 ആണ്. നമ്മൾ എങ്ങനെ ചെയ്യും? അപ്പൊ 1 മുതൽ 99 വരെയുള്ള ഒറ്റ സംഖ്യയുടെ തുക അതിനെ കണ്ടെത്തണം. എന്താണ്? 99 വരെയുള്ള ഒറ്റ സംഖ്യ തുക. 1 മുതൽ 99 വരെ ഒറ്റ സംഖ്യ തുക കണ്ടെത്തുന്ന മാർഗം എന്താണ്? ആദ്യം 1 മുതൽ 99 എത്ര ഒറ്റ സംഖ്യകൾ ഉണ്ടെന്ന് കണ്ടെത്തണം. അതിന് നമ്മൾ n+1/2 എന്നാണ് അതിന്റെ ഫോർമുല. നമ്മൾ നേരത്തെ ഇരട്ട സംഖ്യകൾ എത്ര എണ്ണം ഉണ്ട് എന്ന് കണ്ടെത്താൻ n/2 എന്ന് എടുത്തെങ്കിൽ ഇവിടെ ഒറ്റ സംഖ്യകൾ എത്ര ഉണ്ടെന്ന് കണ്ടെത്താൻ n+1/2 എന്ന് എടുക്കണം. n എന്ന് പറഞ്ഞ ഇവിടെ 99 ആണ്. 99 പ്ലസ് n 99 ആണ്. 99 പ്ലസ് 1/2 അതായത് 100/2 50 എന്ന് കിട്ടും. 100/2 50 എന്ന്. അപ്പൊ അതെന്താണ്? ഒറ്റ സംഖ്യകളുടെ എണ്ണമാണ്. ഒറ്റ സംഖ്യയുടെ എണ്ണമാണ് 50. ഇനി എങ്ങനെ കണ്ടുപിടുത്തും? ഒറ്റ സംഖ്യയുടെ എണ്ണം 50 എങ്ങനെ? തുക എങ്ങനെ കണ്ടെത്തും? തുക കണ്ടെത്താൻ n സ്ക്വയർ ആണ്. അതായത് 50 × 50 സ്ക്വയർ, അതായത് 50 × 50, അതായത് 2500 എന്ന് കിട്ടും. 2500 എന്ന് കിട്ടും. അതാണ് ഉത്തരം. അപ്പൊ ആദ്യം 99 ഒറ്റ സംഖ്യയുടെ തുക കണ്ടെത്താനാണെങ്കിൽ n സ്ക്വയർ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യുക. ഇനി 99 വരെയുള്ള ഒറ്റ സംഖ്യയുടെ തുക കണ്ടെത്താൻ ആദ്യം എത്ര ഒറ്റ സംഖ്യകളുണ്ട്, 99 വരെ എത്ര ഒറ്റ സംഖ്യകളുണ്ടെന്ന് കണ്ടെത്തണം. അതിന് n+1/2 എന്ന ഫോർമുല ഉപയോഗിച്ച് ഇവിടെ n എന്ന് പറഞ്ഞാൽ 99 വരെ എന്ന് പറയുമ്പോൾ n ന്റെ സ്ഥാനം 99 ആണ്. എന്നിട്ട് നമ്മൾ അതിന് എത്ര ഒറ്റ സംഖ്യകളുണ്ടെന്ന് കണ്ടെത്തി അതിനുശേഷം ഒറ്റ സംഖ്യയുടെ തുക കണ്ടെത്തി. അങ്ങനെയാണ് ഈ കണക്ക് ചെയ്യാറുള്ളത്. ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾ എന്താണ് നമ്മൾ ഇന്ന് പഠിച്ചുള്ളത്? എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടെത്താൻ പഠിച്ചു. പിന്നെ അതുപോലെ തന്നെ ഇരട്ട സംഖ്യകളുടെ തുക കണ്ടെത്താൻ പഠിച്ചു. അതുപോലെ തന്നെ ഒറ്റ സംഖ്യയുടെ തുക കണ്ടെത്താൻ പഠിച്ചു. അതിന് 2 രീതിയിലുള്ള കണക്കുകൾ നമ്മൾ ഇന്ന് ചെയ്തു. അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിന്റെ അടുത്ത ക്ലാസ് ഉടനെ തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ ഇന്ന് പഠിപ്പിച്ച ഭാഗങ്ങളൊക്കെ നിങ്ങൾ ഒന്നും കൂടെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കണം. ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾ ഇത് 2-3 പ്രാവശ്യം വർക്ക്ഔട്ട് ചെയ്ത് ഈ ഫോർമുല എല്ലാം നല്ല മനസ്സിലാക്കി വെക്കുക. അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ബാക്കി പോർഷൻസ് എടുക്കുന്നതാണ്. Till then, bye from me. Thank you.